കഴിഞ്ഞാൽ ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ലാത്ത വണ്ടികളായിരിക്കും കിട്ടണത്. ഒരു സ്ഥലത്ത് കൊണ്ട് ഒരു പൊസിഷൻ കാണിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് വണ്ടി അന്നേരം ബ്രേക്കും ഉണ്ടാവില്ല, നമ്മൾ കൊണ്ട് നിർത്തണ അടുത്ത ജംഗ്ഷനിലായിരിക്കും. ഇൻഡിക്കേറ്റർ ഇടാൻ ഇൻഡിക്കേറ്റർ വർക്ക് ആവില്ല, ലൈറ്റ് ഇടാൻ ലൈറ്റ് വർക്ക് ആവില്ല. അപ്പോഴത്തേക്കും ഡയറക്ടറിന് ടെൻഷൻ ആവും, റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യണേ. അപ്പൊ നമ്മൾ വണ്ടികളോട് നമ്മൾ ചെല്ലുമ്പോഴേ ആദ്യമേ പറയാം, ഡേ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോവാണ്, സഹകരിച്ചേക്കണം, ഈ ഷോട്ട് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി അതുപോലെ തന്നെ ചെയ്യും. സീരിയസ്ലി എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു പേനയാണെങ്കിലും നുണക്കുഴിയിൽ ഞാൻ ബേസിൽ വരുന്ന സമയത്ത്, ബേസിൽ വന്നിങ്ങനെ ബെല്ലടിക്കുന്ന സമയത്ത് ഞാൻ ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ട് പേന ഇങ്ങനെ വെച്ചിട്ട് പോവും. അപ്പം ആ സമയത്ത് ഈ പേപ്പർ പറക്കണം. ഈ പേപ്പർ പറന്ന് പോയാലേ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ പേപ്പർ തപ്പി ചെല്ലുമ്പം ബേസിൽ കട്ടിൻ്റെ അടിയിലിരിക്കണത് അറിയാതെ പോവുള്ളൂ. ആദ്യം ഈ പേപ്പർ പറക്കുന്നില്ല, എത്ര അവിടെ നിന്ന് കാറ്റടിച്ചിട്ടും പേപ്പർ പറക്കുന്നില്ല, കറക്റ്റ് ടൈമിങ്ങിൽ പറക്കണം. അപ്പം നമ്മളിത് പറയണമെന്ന് ആരും അറിയത്തില്ലല്ലോ. അവസാനം ഞാൻ പേപ്പറിനോട് പറഞ്ഞു, ഒന്ന് മുന്നിച്ചേക്കണേ. സീരിയസ്ലി പറഞ്ഞാൽ വിശ്വസിക്കൂല. ഞാൻ എണീറ്റ് പോയി ആ സ്പോട്ടിൽ ഒരു കാറ്റടിച്ചു, ആ പേപ്പർ പറക്കേണ്ട രീതിയിൽ ആ പേപ്പർ പറന്ന് താഴെ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇതേ സംഭവം ഞാൻ അജു ചേട്ടനോട് പറഞ്ഞു. അജു ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അജു ചേട്ടൻ ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ പൊന്നു ഗ്രീസ് നേരത്തെ പറയാൻ പറയുന്നില്ലേ, ഇവർക്ക് എപ്പോഴും പറഞ്ഞാൽ ഇവർ സ്മോക്ക് ചെയ്യണ സമയത്ത് ഈ സിഗരറ്റ് സമയത്ത് കത്തണം, ലൈറ്റർ ഓൺ ചെയ്യുമ്പോൾ തീ വരില്ല. അപ്പൊ നമുക്ക് ഇത് ഓക്വേർഡാണല്ലോ. അതുപോലെ തന്നെ ഈ സമയത്തിന് പുക വരില്ല, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം അജുചേട്ടൻ പറഞ്ഞു ഈ ഇത് നേരത്തെ പറയാൻ പറയുന്നില്ല, ഈ പുല്ല് ഞാൻ ഒന്ന് പരീക്ഷിക്കാലോ എന്ന്. പക്ഷെ അത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ചുമ്മാ എങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇവർക്കൊക്കെ ഒരു എനർജി ഉണ്ടെന്നേ. ബഷീറിന്റെ ഫാൻ എങ്ങനെയായിരുന്നു? എന്താ അങ്ങനെ ചോദിച്ചാൽ ചില ഇലകളിൽ പുള്ളിയുടെ റൈറ്റിങ്ങില് പുള്ളി ഇങ്ങനെ ഒരിക്കലും പുള്ളിയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളി മൂർഖനെ വിളിക്കുന്നത് സഖാവ് മൂർഖൻ എന്നാ. പുള്ളി വളർത്തുന്നയുടെ പേര് ഷാൻ എന്നൊക്കെയാണ്. അപ്പൊ അതുവരെയും അങ്ങനെ ആൾക്കാരെ ഒന്നും അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിധമില്ല. അപ്പൊ ആള് പഴുതാര കടിക്കുമ്പോൾ പോലും അത്രയും ബഹുമാനത്തോടുകൂടിയ പഴുതാരനെ അഡ്രസ്സ് ചെയ്യുന്നൊക്കെ ആളുടെ എഴുത്തില്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ആ കുറെ കാലത്തിന് ശേഷം അത് ലിവിങ് കാര്യങ്ങളാണ്, നോൺ ലിവിങ് ഒബ്ജക്ട്സിന് ഇത്രയും സ്നേഹത്തോടു കൂടി. അറിയോ, നമ്മൾ ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ഓഫ് ടൈമിലല്ലേ നമ്മൾ ഈ വർക്ക് ചെയ്യണേ. അപ്പൊ ആ സമയത്ത് നമ്മൾ മാത്രമല്ല ആ ഫ്രെയിമിലുള്ളത്. ചില സമയത്തൊക്കെ നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഷോട്ട് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോഴത്തേക്ക് വരും കട്ട് പറയുന്ന തൊട്ട് മുന്നേ ബാക്കിൽ നിൽക്കുന്ന ഫ്രെയിം ഇങ്ങനെ ജസ്റ്റ് ആണി ഇളകി ഇങ്ങനെ ജസ്റ്റ് ഒക്കെ വീഴും. അതൊരു ഹൊറർ മൂവി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതിനകത്ത് കയറ്റി വിടാം. പക്ഷെ നോർമലി അത് പറ്റില്ലല്ലോ. അപ്പം എപ്പോഴും നമുക്ക് വിചാരിച്ചു നല്ല ഷോട്ടാണ്, 1 more എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി പോയി. അപ്പൊ ഡയറക്ടറും പറയും നല്ല ഷോട്ടായിരുന്നു ഗ്രേസ്, 1 more അല്ലെങ്കിൽ 1 more പോവാം. അപ്പം ചില സമയത്ത് നമ്മൾ പറയുവാണ് ആ ഫ്രെയിമിലുള്ളത് എല്ലാവർക്കും ജീവനുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ. അതൊരു വിയേർഡ് തോട്ടാണ്, പക്ഷെ വർക്കൗട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് വിയേർഡ് അല്ല. സ്റ്റിൽ ഇറ്റ്സ് അവരും ഒക്കെ സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റിൽ ഈ ഫ്രെയിമില് ആ മൊളിന്ന് ആ ഇത് താഴെ വീണ് കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ തലയിൽ പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്ക്, മൊത്ത പണി മാളൂല്ലേ. സത്യം പറയാം, ഗ്രേസിന്റേതായ ഒരു ഇമാജിനറി വേൾഡ് സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ട്. ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചോളൂ. ഉണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണം നമ്മൾ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് നമ്മളോട് തന്നെ സംസാരിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ നമ്മൾ പറയാൻ വെച്ച കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് വെളിയിലേക്ക് വരുള്ളൂ. അന്നേരമാണ് നമ്മൾ പറയണത് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റെയറാ അല്ലേ. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, പക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര റെയറാണ്. അത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മളെ തന്നെ കേൾക്കുക എന്ന്. ഭയങ്കര വിയേർഡാണ്. എൻ്റെ ഉള്ളിൽ കുറേ വിയേർഡായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അതിൽ പറയുന്നതും ഇത്രയും വിയേർഡായിട്ടുള്ള കാര്യങ്ങളും. ബട്ട് ചെയ്താൽ ഭയങ്കര അടിപൊളിയാണ്. ഇടയ്ക്കൊക്കെ മിററിൽ നോക്കി നമ്മൾ അടിപൊളിയാന്നൊക്കെ പറയാ. അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് സ്വയമേ പറയുമ്പോഴും അല്ലെങ്കിൽ നീ അടിപൊളിയാന്ന് പറയുമ്പോഴും കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അത് ആ ദിവസം മുഴുവൻ നമ്മളെ കൊണ്ടുപോകും. അത് ഭയങ്കര അടിപൊളിയാ. ഞാനത് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ ശാന്തികൃഷ്ണ മാമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർക്ക് കുറേ ലോസ് ഉണ്ട്. അപ്പം ഇവർ കണ്ണാടി നോക്കിയിട്ട് ശാന്തി യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, അതാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരുടെ ഡി-ഏജിങ് ആയിട്ട് അവർ വർക്കായെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു മൊമെന്റിൽ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് അനുഭവിച്ച ഒരാളായിരുന്നു ഞാൻ.
അപ്പോൾ ആദ്യമൊക്കെ സമയത്ത് നമുക്ക് ഭയങ്കര ഭയങ്കര വിഷമത്തേക്ക് ഇവർ എന്തിനാ ഇങ്ങനെ പറയുന്നത്, എന്നെ ഇവരെ അറിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് പോകണമെന്ന് ഇവർ മനസ്സിലാക്കാതെയല്ലേ ഇത് പറയുന്നത്. ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് പറയും കഴിക്കുന്ന ഇച്ചിരി കുറയ്ക്കുക എന്ന് പറയും. ബട്ട് സ്റ്റിൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ കഴിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ വായുവും വെള്ളവും മാത്രമാണ് കഴിക്കുന്നത്. ബട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഹോർമോണൽ ഇഷ്യൂസും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സർജറി ഉണ്ടായി, അപ്പോൾ അതിനെടുക്കുന്ന സ്റ്റിറോയിഡ്സ് കാരണം എന്ത് ചെയ്താലും വെയിറ്റ് ലോസ് ആവുന്നില്ല എനിക്ക്. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി വേറെ ആരെന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് ഗിവ് എ എനിക്ക് എന്നെ അറിയാം. ഞാൻ ആരെയും എനിക്കിതാണ് പറ്റിയതെന്നൊന്നും പറയാൻ പോകുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഭയങ്കര വണ്ണമാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് അത് അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പറയുന്നത് നമ്മൾ എടുത്തോളണം, തിരിച്ച് നമ്മൾ പറയുന്നത് എടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവരിങ്ങനെ അതിന് അല്ല പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാനും പറഞ്ഞതേ ഉള്ളൂ. സി അതും അവർ പറഞ്ഞതിനേക്കാളും ഹേർട്ട്ഫുൾ ആണ് നമ്മൾ തിരിച്ചു പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞു പോയി ഞാൻ അറിയാതെ. സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്കറിയാം അത് വേറൊരു ലൈഫാണ്, അതിലേക്ക് പോവാൻ ഇപ്പോഴും ഞാൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റാത്ത, അത് എൻ്റെ ഒരു കുറവാണോ എൻ്റെ ഒരു നല്ല കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. സോഷ്യൽ മീഡിയ ഞാൻ വേറൊരു ഏലിയൻ വേൾഡായിട്ടേ കാണുന്നുള്ളൂ. എൻ്റെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരാൻ 1% പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇൻ്റർവ്യൂസ് വന്ന് ചോദിക്കും അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എൻ്റെ പ്രൊഫഷനാണിത്, അതിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. എസ്പെഷ്യലി അങ്ങനെ വേണമെങ്കിൽ അവരോട് ചോദിക്കണം, അവരുടെ പെർമിഷൻ എടുക്കണം. എന്നാൽ മാത്രമേ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒട്ടും അതിൽ താല്പര്യപ്പെടുന്നില്ല. റീസെൻ്റ്ലി അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അവരെ കൊണ്ടുവരാൻ താല്പര്യമില്ല, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും കാമാക്കി വെക്കുക. നമ്മളെ ഒരു സെൽഫ് റെസ്പെക്റ്റിനേക്കാൾ ഒരു സെൽഫ് ലവിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നുമില്ല. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ. ഗ്രേസ്, ഈ ആക്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലിബ്രേറ്റഡ് ആവുക, ഈവൺ ഇഫ് നമുക്ക് സെലിബ്രേറ്റഡ് ആവാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും അവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. നമ്മുടെ ഇമോഷണൽ ഇൻബാലൻസ് എന്ന് പറയുന്ന കാര്യത്തെ ആളുകൾ എത്രമാത്രം മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം സെലിബ്രിറ്റി ആയി എന്ന് മനസ്സിലാക്കിയൊരു മൊമെൻറ്റിൽ ഉള്ളിലൊരുപാട് നമ്മൾ ഓക്കെ അല്ലെങ്കിലും പുറത്ത് ഓക്കെ ആണെന്ന് കാണിക്കേണ്ട അവസ്ഥകളുണ്ട്. അതിനിപ്പോൾ ഗ്രേസ് ഓക്കെ ആണോ അങ്ങനത്തെ സിറ്റുവേഷൻസിനോട്? തുടക്കത്തിലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവരും എന്നെ തിരിച്ചറിയുന്നു, അതായിരുന്നല്ലോ ആഗ്രഹം. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ എല്ലാ ആക്ടേഴ്സിനും ഉള്ളതാണ് ഒരു സ്റ്റേജിലൂടെ കടന്നു പോകും നമ്മൾ. അതായത് നമ്മൾ ഇപ്പം എന്നെ ആരും ശ്രദ്ധിക്കില്ലേ എന്ന് പറയുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് ആയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഇത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്, ഇവിടെ ചിരിച്ച് നിൽക്കണം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത്. അത് ഈവൻ ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനെയാണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം ഒരു കോമഡി സീനാണെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് തന്നെ. അത് പ്രൊഫഷനിലും അങ്ങനെയാണ്, വെളിയിൽ ഇറങ്ങിയാലും അങ്ങനെയാണ്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളത് യൂസ്ഡായിട്ട് നമുക്കതൊരു നോർമൽ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടേ ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചു. പക്ഷേ നമുക്ക് അങ്ങനെ പോവാനോ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് പോകാൻ പോലും നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ അന്ന് അതൊരു ഭയങ്കര കോമഡി സിനിമയാണ്, കോമഡിയായിട്ട് തമാശ ചെയ്യേണ്ട സീനാണ്. നമുക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അതിൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, ചിരിച്ച് ബിഹേവ് ചെയ്യുക, അഭിനയിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ മാറിയിരുന്ന് കരഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ വിഷയം.